ചോറിന് നോൺ വെജ് ഇല്ല കൊണ്ടുപോവാൻ. ഇങ്ങനെ പറയുമ്പോ മുഖം വാടുന്നവരെ തണുപ്പിക്കാൻ പറ്റിയ റെസിപ്പി. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് മുട്ട ഒഴിച്ച് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി ഉപ്പിട്ട് വേവിച്ച സോയ നമുക്ക് നന്നായി പിഴിഞ്ഞ് അതേ പാനിലേക്ക് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ച് തീ ഓണാക്കല്ലേ, ഒരു പാൻ എടുത്ത് വെക്കുക. ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ ലേശം കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെയ്തു പോയ തെറ്റ് ഏറ്റുപറയണമെന്നാണല്ലോ. ക്യാമറ ഓൺ ആക്കാതെ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, സവാള മൂന്നും ചേർത്ത് പോയതൊക്കെ പോയി. ഇനി ആ മസാലയിലേക്ക് നല്ലപോലെ ഇളക്കി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് സവാളയൊക്കെ ഒന്ന് വേവട്ടെ. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി ഒന്നും കൂടെ അടച്ചു വെക്കാം. ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാടങ്ങ് വറ്റിപ്പോവല്ലേ. അതിലേക്ക് നമ്മുടെ സോയയും സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഒന്ന് മുരിഞ്ഞ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മുരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നല്ല ചൂട് ചോറിന്റെ കൂടെ നമുക്ക് ഇത് കൂട്ടി കഴിക്കാം. ഇത് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുന്നേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.